ചാമ്പ്യൻസ് ലീഗിലോ പ്രീമിയർ ലീഗിലോ എന്നില്ലാതെ ലിവർപൂളിന്റെ തേരോട്ടം അമ്പരപ്പിക്കുകയാണ്. ഹോം എവേ എന്ന വേർതിരിവ് കാണിക്കാതെ വേദി എത്ര വലുതാണെങ്കിലും അവിടെയെല്ലാം ലിവർപൂളിന്റെ ആധിപത്യം തുടരുകയാണ്. ലോക ഫുട്ബോളിലെ ശക്തിജാലകങ്ങളായ മാൻ സിറ്റിയും റിയൽ മാഡ്രിഡും വരെ ലിവർപൂളിന്റെ ചൂടറിഞ്ഞതോടെ ഇനിയാർക്കാണ് സ്ലോട്ടിന്റെ ചെമ്പടയെ തകർക്കാനാവുക? എന്താണോ ആർനെ തൻ്റെ പ്ലേയേഴ്സിന് നൽകുന്നത് അതവർ കൃത്യമായി മൈതാനം ഏതെന്ന് നോക്കാതെ നിർവഹിക്കുന്നുണ്ട്. യർഗന്റെ അതേ സ്കോഡുമായി ലിവർപൂളിനെ ലോകത്തിലെ ഏറ്റവും മികച്ചവരാക്കി ആർനെ മാറ്റിയെടുക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അലിസൺ മുതൽ സെല വരെ നീണ്ടു നിൽക്കുന്ന ആദ്യ ലെവലിലെയും സൂപ്പർ സബിന്റെ വേഷമണിയുന്നവരെയും പ്രശംസിക്കേണ്ടതാണ്. ആൻഫീൽഡിന്റെ മുന്നേറ്റത്തിന്റെ കടിഞ്ഞാണെന്തുന്ന സലയുടെ പ്രകടനത്തിൽ ആകൃഷ്ടരാകുന്നവർ അയാളിലേക്ക് പന്തെത്തിക്കുന്ന മാക്കലിസ്റ്ററിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ന്യൂനസും ഗാക്പോയുമെല്ലാം അനായാസം ലക്ഷ്യം കാണുമ്പോൾ വഴിയൊരുക്കുന്ന സലയിലേക്ക് പന്തിനെ യാത്രയാക്കുന്ന അലക്സിസിനെ മനസ്സിലാക്കണം. വർത്തമാന ഫുട്ബോളിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറാണ് അലക്സിസ് മാക്കാലിസ്റ്റർ എന്ന് തീർത്തു പറയാൻ സാധിക്കും. 2019 മുതൽ പ്രീമിയർ ലീഗിന്റെ വിശ്വവേദിയിൽ ബ്രൈറ്റനോടൊപ്പം പന്ത് തട്ടുന്നുണ്ടെങ്കിൽ കൂടി 22-ലെ ലോകകപ്പ് പ്രകടനത്തോടു കൂടിയാണ് മാക്ക് പലരുടെയും ഫേവറേറ്റായി മാറുന്നത്. അയാളിലെ പ്രതിഭയെ മനസ്സിലാക്കി സ്കെലോണി തൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് ആ യുവതാരത്തെ ക്ഷണിച്ചത് മുതൽ മെക്കാലിസ്റ്ററിന്റെ ഗ്രാഫ് ഉയരാൻ തുടങ്ങിയിരുന്നു. ലോകകപ്പ് ജേതാവായതോടെ ക്ലോപ്പിന്റെ ലിവർപൂൾ അയാളെ തേടിയെത്തിയതും പിന്നീട് സ്ലോട്ടിന് കീഴിൽ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായി മാറിയതുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇന്ന് ലിവർപൂളിന്റെ മുന്നേറ്റ നിരക്കാർ ഗോളടിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ എതിർ പ്രതിരോധത്തിന്റെ ഡെഡ്ലോക്ക് തകർത്തുകൊണ്ട് അറ്റാക്കേഴ്സിനായി എത്തുന്ന ഡേഞ്ചർ പാസുകളുടെ തുടക്കം മാക്കിൽ നിന്നായിരിക്കും. പന്ത് ഹോൾഡ് ചെയ്ത് പൊസിഷൻ കീപ്പ് ചെയ്ത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിലേക്ക് പന്തെത്തിക്കുന്ന മാക്കിന്റെ മൂവ്മെന്റുകളാണ് ലിവർപൂളിന്റെ പല മത്സരങ്ങളിലും സ്കോർ ഷീറ്റ് ഉയർത്തുന്നത്. ഒഫൻസീവിലും ഡിഫൻസീവിലും ഒരുപോലെ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന, വേണ്ടി വന്നാൽ ഒരു ക്രിയേറ്റർ റോളിൽ എത്താനും സാധിക്കുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് അയാൾ. കൂടാതെ വിങ്ങുകൾ മാറി സ്വിച്ച് ചെയ്ത് കളിപ്പിക്കാനും അസാധ്യ ആംഗിളിൽ നിന്നും ഷോട്ട് തീർക്കുന്നതിലും മാക്ക് പ്രതിബദ്ധം തെളിയിച്ചതാണ്. ഇന്ന് ആൻഫീൽഡിന്റെ മാക്കിനോടൊപ്പം ഗ്രാവംബർഗിന്റെയും കർട്ടിസിന്റെയും നാമവും നമ്മൾ ചേർത്തു വായിക്കേണ്ടതുണ്ട്. ടെക്നിക്കലി മികച്ച ഈ 3 പേരുടെയും കൈകളിലാണ് ലിവർപൂളിന്റെ മിഡ്ഫീൽഡ്. 90 മിനിറ്റും ഒരേ വർക്ക് റേറ്റോടെ കളിക്കുന്നവർ. ഗ്രാവംബർഗ് എന്ന 22-കാരൻ്റെ പ്രകടനം കൊണ്ടും കൂടിയാണ് ഇന്ന് മാക്കിന് ഇത്രയും ഫ്രീ ആയി കളിക്കാൻ സാധിക്കുന്നത്. ഭാവി വർത്തമാന ഫുട്ബോളിൽ ലിവർപൂളിന്റെ ഏറ്റവും വലിയ സെറ്റായിരിക്കും ഇവർ. മാക്കും ഗ്രാവംബർഗും കർട്ടിസുമെല്ലാം ലിവർപൂളിന്റെ ഇതിഹാസങ്ങളായി മാറും.